അപകടം നടന്ന റാവൂസ് IAS സ്റ്റഡി സർക്കിളിന് മുന്നിൽ ഇപ്പോഴും വിദ്യാർത്ഥി പ്രതിഷേധം തുറന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. കുറച്ച് വിദ്യാർത്ഥികളുള്ളൂ, പക്ഷേ ഈ വിദ്യാർത്ഥികൾ ഇവിടെ കഴിഞ്ഞ 2 ദിവസമായിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് നിലവിൽ ഇപ്പോഴും ഇവർ ഇവിടെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അതിന്റെ ഭാഗമായി വലിയ രീതിയിൽ പ്രതിഷേധവും ഇപ്പോൾ സുരക്ഷയും ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പ്രധാനമായിട്ടും ഇവർ ഉന്നയിക്കുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, കൃത്യമായിട്ടുള്ള കണക്ക് ഇതുവരെയും ഈ അപകടത്തെ സംബന്ധിച്ച് നൽകിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം 3-ലധികം വിദ്യാർത്ഥികൾ മരണപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ അപകടത്തിൽ ബാധിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയം ഈ വിദ്യാർത്ഥികൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ ഈ പ്രതിഷേധം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് കൃത്യമായിട്ടുള്ള കണക്ക് അധികൃതർ വന്ന് നൽകണം, അല്ലെങ്കിൽ പോലീസിന്റെ അധികാരികൾ വന്ന് നൽകണം എന്നുള്ള കാര്യം തന്നെയാണ്. അതിനപ്പുറത്തേക്ക് 1-2 കാര്യങ്ങൾ കൂടിയുണ്ട്. പ്രത്യേകിച്ചും ഈ ചുറ്റുപാടും വലിയ രീതിയിൽ ഒരുപാട് IAS സ്റ്റഡി സെന്റർ ഉണ്ട്. കനത്ത ഫീസ് ഈടാക്കിയിട്ടാണ് ഇവിടെ എല്ലാം തന്നെ വിദ്യാർത്ഥികൾ പഠിക്കുന്നത്. അതുകൊണ്ട് ഉൾപ്പെടെ ഈ ബാധിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അർഹമായിട്ടുള്ള നഷ്ടപരിഹാരം നൽകണമെന്നുള്ള കാര്യം അത് ആവശ്യപ്പെട്ടുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തുന്നത്. ഇനി അങ്ങോട്ടേക്ക് മണിക്കൂറുകൾ പോകുന്തോറും കൃത്യമായിട്ടുള്ള ഉത്തരം ലഭിച്ചില്ല എങ്കിൽ ഈ പ്രതിഷേധം അത് കുറച്ചുകൂടി ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്ക് കൂടിയാണ് ഈ വിദ്യാർത്ഥികൾ ഇപ്പോൾ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ചും ഇവിടെ റെഗുലർ ബാച്ചിൽ നിന്നുള്ള വിദ്യാർത്ഥികളുണ്ട്, അതിനൊപ്പം തന്നെ വീക്കെൻഡ് ബാച്ചിൽ നിന്നുള്ള വിദ്യാർത്ഥികളുണ്ട്. ഇവരെല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ടുള്ള പ്രതിഷേധം തന്നെയാണ്. അതിനപ്പുറത്തേക്ക് വിദ്യാർത്ഥി സംഘടനകളുടെയും യുവജന സംഘടനകളുടെയും പിന്തുണ കൂടി നിലവിൽ എന്തായാലും ഇവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഈ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി ജുഡീഷ്യൽ അന്വേഷണം തന്നെ വേണമെന്നുള്ള കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി ഇതിന്റെ കാരണക്കാരെ കണ്ടെത്തണം. നിലവിൽ ഈ കോച്ചിംഗ് സെന്ററിന്റെ ഉടമയെയും അതുപോലെ തന്നെ കോർഡിനേറ്ററെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ അവരെ വിട്ടിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഏതൊക്കെ അധികാരികൾക്ക് പങ്കുണ്ടോ അവരെ എല്ലാവരെയും കണ്ടെത്തി കൃത്യമായിട്ടുള്ള ശിക്ഷ നൽകണമെന്നും കൃത്യമായിട്ടുള്ള കാരണക്കാരെ കണ്ടെത്തി അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നുള്ള കാര്യം കൂടിയാണ് ഇവർ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹോസ്പിറ്റലിൽ പോയിട്ട് സ്പെഷ്യൽ പെർമിഷൻ ആയിട്ട് നവീൻ ഐഡന്റിഫൈ ചെയ്ത് അത് പറയാൻ പറ്റത്തില്ല. ആ ഒരു സിറ്റുവേഷൻ അത് കണ്ടവർക്ക് ആ പെയിൻ മനസ്സിലാകത്തുള്ളൂ. എന്നെക്കാളും നവീന്റെ ഫാദറിനും മദർ സിസ്റ്ററിന് അവനെ കാണുമ്പോൾ ഈ പെയിൻ മനസ്സിലാവാൻ പറ്റത്തുള്ളൂ. വേറെ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഫോട്ടോസ് കണ്ടായിരുന്നു. പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോലീസ് അതോറിറ്റീസ് പറഞ്ഞായിരുന്നു ആ ട്രേജഡി എങ്ങനെയാണ് നടന്നതെന്ന്. അതുകൊണ്ട് ഇതിപ്പം ആരും ബ്ലെയിം ചെയ്യാനില്ല. മൈ സിൻസിയർ റിക്വസ്റ്റ് ടു യു, ഫ്യൂച്ചറിൽ നടക്കാൻ പാടില്ല, അത്രേ ഉള്ളൂ. നിലവിൽ ഈ അപകടം ഉണ്ടായതിന് പിന്നാലെ വലിയ രീതിയിലുള്ള അന്വേഷണം നടപടികളും എല്ലാം തന്നെ ഈ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്നും നടക്കുന്നുണ്ട്. ഇന്നലെ വ്യാപകമായിട്ടുള്ള റെയ്ഡ് നടന്നു. അതിൽ കുറ്റലംഘനം ഈ നിയമലംഘനം കണ്ടെത്തിയ 14 കോച്ചിംഗ് സെന്ററുകൾക്കെതിരെ ഇപ്പോൾ നടപടി എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ബേസ്മെന്റ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കോച്ചിംഗ് സെന്ററുകൾ, അതൊപ്പം തന്നെ ബേസ്മെന്റിൽ സ്റ്റോറേജ് റൂമുകൾക്ക് പകരം ക്ലാസ് മുറികളും ലൈബ്രറികളും നടത്തുന്ന എല്ലാ കോച്ചിംഗ് സെന്ററുകളും, അങ്ങനെ 14 കോച്ചിംഗ് സെന്ററുകൾ ഇതിനോടകം തന്നെ സീൽ ചെയ്തിട്ടുണ്ട്. ഇന്നും തിരച്ചിലും റെയ്ഡും തുടരും. കൂടുതൽ കോച്ചിംഗ് സെന്ററുകൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടിയാണ്. ഇതേ ഈ റാവൂസ് IAS സ്റ്റഡി സെന്ററും ഇതുപോലെ തന്നെ വലിയ രീതിയിലുള്ള കർശനമായിട്ടുള്ള നിയമലംഘനം നടത്തിയിട്ടുണ്ട്. ഇവർക്ക് ഈ ബേസ്മെന്റിൽ ലൈബ്രറിയോ ക്ലാസ് റൂമോ നടത്താനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല. സ്റ്റോറേജ് റൂം മാത്രമായിരുന്നു നടത്താൻ അനുമതി ഉണ്ടായിരുന്നത്. ആ ഒരു കാര്യം പോലും ലംഘിച്ചുകൊണ്ടാണ് ഇങ്ങനെ ക്ലാസ് റൂം നടത്തിയതും ഇത്തരത്തിൽ വലിയൊരു അപകടം ഉണ്ടായിട്ടുള്ളതും. മാത്രമല്ല ഈ മരണപ്പെട്ട മലയാളി കൂടിയായിട്ടുള്ള നെവിൻ, അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ ഡൽഹിയിൽ RML ആശുപത്രിയിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയോടുകൂടി ഏകദേശം 2 മണിയോടുകൂടി തന്നെ ആ നടപടികൾ പൂർത്തിയാകും. അതിനുശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള മറ്റ് എംബാം ഉൾപ്പെടെയുള്ള ചില നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കി വൈകിട്ട് 8:30-ക്കാണ് തിരുവനന്തപുരത്തേക്കുള്ള ഫ്ലൈറ്റ്. ഇന്ന് രാത്രിയോടുകൂടി തന്നെ മൃതശരീരം നാട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം കൂടിയാണ് ബന്ധുക്കളടക്കം പ്രതീക്ഷിക്കുന്നത്. എന്തായാലും എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നൊരു കാര്യം, കൃത്യമായിട്ടുള്ള അന്വേഷണം, ഇപ്പോഴും ചില പുകമറകളുണ്ട്, കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ടില്ല. അതിലെല്ലാം തന്നെ ഒരു അന്വേഷണം നടക്കണം, കൃത്യമായിട്ടുള്ള കണക്ക് പുറത്തു കൊണ്ടുവരണം. മാത്രമല്ല പണം വാങ്ങി ഇത്തരത്തിലുള്ള അഴിമതികൾക്ക് കൂട്ടുനിൽക്കുന്ന സ്ഥാപനങ്ങളുടെ ഉടമയും അധികാരികളും എല്ലാം ചോദ്യമുനയിൽ എത്തണമെന്നും നിയമത്തിന് മുന്നിൽ എത്തണമെന്നുള്ള കാര്യം കൂടിയാണ് പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഒരേ സ്വരത്തിൽ പറയാനുള്ളത്. ഡൽഹിയിൽ നിന്നും സ്റ്റീഫൻ മാത്യുവിനൊപ്പം അർജുൻ പിതാംബരൻ, മാതൃഭൂമി ന്യൂസ്.